മാനവരാശിയുടെ പാപപരിഹാരത്തിനു വേണ്ടി കുരിശിൽ മരിക്കുകയും മരണത്തെ ജയിച്ച് 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത നിസ്തുല്യനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, വൈറസ് ആക്രമണത്തിലൂടെ ലാപ്ടോപ്പിലുണ്ടായിരുന്ന ഡാറ്റയൊക്കെ നഷ്ടപ്പെട്ടു പോയെന്ന്. അപ്പോൾ ആ പോയ സംഗതികളെല്ലാം പുസ്തകങ്ങളിൽ നിന്ന് വീണ്ടും ടൈപ്പ് ചെയ്ത് കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ചുള്ള വിവാദം ഉണ്ടാകുന്നത്. ഇപ്പം നേരിട്ട് ഞങ്ങൾക്ക് പരിചയമുള്ള ആളുകളും ഇനി ജീവിതത്തിൽ ഇന്നു വരെ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത ആളുകളും അങ്ങനെ പലതരത്തിൽപ്പെട്ട ആൾക്കാർ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഫോണിലൂടെയും ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെ വാരിയംകുന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യണം എന്നാവശ്യപ്പെടുകയുണ്ടായി. ധാരാളം പേര് അങ്ങനെ ഞങ്ങളോട് ആവശ്യപ്പെടുകയുണ്ടായി. അതിൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച ഒരു പ്രത്യേക കാര്യം എടുത്തു പറയട്ടെ. ട്രൂത്ത് ഫൈറ്റേഴ്സോ അല്ലെങ്കിൽ സാക്ഷിയോ ഈ വിഷയത്തിൽ ചെയ്യുന്ന വീഡിയോകൾക്കുള്ള ഹിസ്റ്റോറിക്കൽ ഓതൻറ്റിസിറ്റി അഥവാ ചരിത്രപരമായ ആധികാരികത വേറെ ആര് ചെയ്താലും ഉണ്ടാകില്ല എന്ന വിശ്വാസം പലർക്കും ഉണ്ട് എന്ന് അറിയാൻ സാധിച്ചത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞങ്ങളുടെ മേലെ അവർ വച്ചിരിക്കുന്ന ആ വിശ്വാസത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ ഇറക്കണം എന്നാണ് പലരും ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. അത് ശരിയായൊരു ആവശ്യം തന്നെയാണ്, അത് തെറ്റാണെന്നല്ല പറയുന്നത്. കാരണം ഈ വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് വീഡിയോ ഇറക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിന് റീച്ച് കൂടും. അതിൽ സംശയമൊന്നുമില്ല, ആളുകളത് കൂടുതലായിട്ട് കാണും. പക്ഷേ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളിലുള്ള വിശ്വാസം സംരക്ഷിക്കാൻ കൂടുതൽ രേഖകൾ പരിശോധിച്ച് നോക്കി ചരിത്രത്തോട് പരമാവധി സത്യസന്ധത പുലർത്തുന്ന വിധത്തിൽ തെളിവുകൾ ധാരാളം നൽകിക്കൊണ്ടുള്ള വീഡിയോ ഇറക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പല പുസ്തകങ്ങളും റെഫർ ചെയ്യുകയും ധാരാളം പുസ്തകങ്ങളൊക്കെ വാങ്ങുകയൊക്കെ ഉണ്ടായി അതിന് വേണ്ടിയിട്ട്, ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം. അപ്പോൾ ആ പുസ്തകങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ചാനൽ ഹാക്ക് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് പിന്നെയും കുറേ താമസം നേരിട്ടു. ഏതായാലും ഇപ്പോൾ ഒരുമാതിരി സംഗതികളെല്ലാം ഞങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് വീഡിയോ ആയിട്ട് വരാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന കഥാപാത്രത്തെക്കുറിച്ചുള്ള വിവാദം ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുമ്പോൾ നാം ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് മാപ്പിള ലഹളയുടെ മറ്റ് നേതാക്കളെക്കുറിച്ചൊന്നും ഇതുപോലെയുള്ള വിവാദം ഉണ്ടാകാത്തത് എന്നതാണ് ആ ചോദ്യം. എന്തുകൊണ്ടാണ് അവരെക്കുറിച്ചൊന്നും ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാകാത്തത്? നമ്മൾ 1921 ഈ മാപ്പിള ലഹളയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പാലത്തുമൂലയിൽ ഏരിക്കുന്നൻ ആലി മുസ്ലിയാർ, ചെമ്പ്രശ്ശേരി ഇമ്പിച്ചിക്കോയ തങ്ങൾ, കൊന്നാറ മുഹമ്മദ് കോയ തങ്ങൾ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കാരാടൻ മൊയ്തീൻകുട്ടി ഹാജി, സീതിക്കോയ തങ്ങൾ, ഇവരാണ് പ്രധാന ലഹള നേതാക്കളെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മാപ്പിള ലഹളയിൽ ഇത്രയധികം നേതാക്കന്മാരുണ്ടായിരുന്നിട്ടും ഇന്നത്തെ മുസ്ലിങ്ങൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഒരേ ഒരു നാമം അത് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടേതാണ്. വല്ലപ്പോഴൊക്കെ ഈ ആലി മുസ്ലിയാരുടെ പേര് പരാമർശിക്കുന്നത് കേൾക്കാം, പക്ഷെ അത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ അത്രയും വരില്ല, അത്രയൊന്നും വരാറില്ല അത്. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ വർത്തമാനകാല മുസ്ലിങ്ങൾ ഈ ഒരാളുടെ പേര് മാത്രം ഉയർത്തിപ്പിടിക്കുകയും മറ്റുള്ളവരെ മനഃപൂർവ്വം മറവിയുടെ കയത്തിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അധികം ആൾക്കാരും ടച്ച് ചെയ്യാത്ത ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ഒരു വിവാദം ഉണ്ടാകണമെങ്കിൽ പരസ്പര വിരുദ്ധമായ 2ഓ അതിലധികമോ അഭിപ്രായങ്ങൾ ഉണ്ടാകണം. എല്ലാവർക്കും ഏകാഭിപ്രായമുള്ള സംഗതിയെക്കുറിച്ച് ഒരിക്കലും ഒരു വിവാദം ഉണ്ടാവില്ല, നമുക്ക് എല്ലാവർക്കും അതറിയാം. അപ്പോൾ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ച് 2 അഭിപ്രായങ്ങളുണ്ട്. മാപ്പിള ലഹളയിലെ മറ്റ് നേതാക്കന്മാരെക്കുറിച്ച് അങ്ങനെയില്ല. ആ നേതാക്കളിൽ ആലി മുസ്ലിയാർക്ക് ലഹള തുടങ്ങി ഒരാഴ്ചയോളം മാത്രമേ അധികാരത്തിലിരിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും അദ്ദേഹത്തെ പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഒരാഴ്ചയല്ല, ആഗസ്റ്റ് 20 അദ്ദേഹം ഇൻചാർജ് ഏൽക്കുന്നത്, ഇതിൻ്റെ ഭരണകർത്താവായിട്ട് രാജാവായിട്ട് അവരോധിക്കപ്പെടുന്നത്. ആഗസ്റ്റ് 31 അദ്ദേഹം കീഴടങ്ങി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തെന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹം കീഴടങ്ങി. അത് ഒരു 10-15 ദിവസം മാത്രമേ അദ്ദേഹത്തിന് അധികാരത്തിലിരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അധികം ക്രൂരതകൾ കാണിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് കിട്ടിയില്ല. ചെയ്തിട്ടില്ലെന്നല്ല, മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് കൂടുതൽ ക്രൂരതകൾ കാണിക്കാനുള്ള അവസരം കിട്ടിയില്ല എന്നുള്ളതാണ് ശരി. എന്നാൽ മറ്റ് നേതാക്കന്മാരെല്ലാം ഈ ആലി മുസ്ലിയാർ ഒഴികെയുള്ള
അതുപോലെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഒഴികെയുള്ള മറ്റ് നേതാക്കന്മാരെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊല്ലുകയും അവരുടെ വസ്തുവകകൾ കൊള്ളയടിക്കുകയും അവരുടെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും അവരെ നിർബന്ധിത മതം മാറ്റത്തിന് വിധേയരാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ എല്ലാവർക്കും ഏകാഭിപ്രായമാണ്. അവരുടെയൊക്കെ കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല, എല്ലാവരും ഏകാഭിപ്രായമാണ്. അതുകൊണ്ട് അവരുടെ പേരിലൊരു വിവാദം ഉണ്ടാകുന്നില്ല. അവിടെ വിവാദത്തിൻ്റെ ആവശ്യമില്ല, കാരണം എല്ലാവരും അത് സമ്മതിക്കുന്നല്ലോ. മുസ്ലിങ്ങളും അത് സമ്മതിക്കുന്നു, അല്ലാത്തവരും സമ്മതിക്കുന്നു. ഓക്കെ. എന്നാൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ കാര്യം അങ്ങനെയല്ല. അതിലിത്തിരി വ്യത്യാസമുണ്ട്. അയാൾ മറ്റ് ലഹളക്കാരെ പോലെ ആയിരുന്നില്ല. മുഹമ്മദിൻ്റെ മാതൃക അക്ഷരം പ്രതി പിന്തുടർന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ലഹളയുടെ ആരംഭത്തിൽ തെക്കേ മലബാറിലുള്ള ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊല്ലുന്നതിനും കൊള്ളയടിക്കുന്നതിനും അയാൾ എതിരായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ മാത്രമാണ് ആ സമയത്ത് അയാൾ തിരിഞ്ഞിരുന്നത്. വാസ്തവത്തിൽ ഈ വീഡിയോയ്ക്ക് വേണ്ടി പല പുസ്തകങ്ങൾ പരിശോധിച്ച് നോക്കുന്നത് വരെ ഞാൻ കരുതിയിരുന്നത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അടിസ്ഥാനപരമായി നല്ലൊരു മനുഷ്യനായിരുന്നെന്നും ഇസ്ലാമിക പ്രമാണങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക ഐഡിയോളജിയാണ് അയാളെ കൊണ്ട് കൊള്ളരുതായ്മകൾ പ്രവർത്തിപ്പിച്ചതെന്നുമാണ്. രണ്ടാം ഭാഗം ശരി തന്നെയാണ്. അയാളെ ഇസ്ലാമിക ഐഡിയോളജികളാണ് അയാളെ കൊണ്ട് കൊള്ളരുതായ്മകളെല്ലാം ചെയ്യിപ്പിച്ചത്. അത് ശരി തന്നെയാണ്. മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി, ഇയാൾ പരമാവധി നല്ലവനായിട്ട് നടന്നതാണ്. പക്ഷേ കൂടെയുള്ളവരെല്ലാം വിട്ടുപോയി കഴിഞ്ഞപ്പോഴാണ് ഇയാൾ പിന്നെ ഇസ്ലാമിക ഐഡിയോളജി അനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയതെന്ന്. പക്ഷേ ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം മാപ്പിള കലാപങ്ങളെക്കുറിച്ച് എഴുതപ്പെട്ട കൂടുതൽ പുസ്തകങ്ങളും എഴുത്തുകളും ഞാൻ പരിശോധിക്കുകയുണ്ടായി. അപ്പോഴാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് എനിക്ക് പിടികിട്ടിയത്. വാസ്തവത്തിൽ ഈ ലഹളത്തലവന്മാരിൽ ഏറ്റവും കുറുക്കൻ എന്ന് പറയാവുന്നത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. അയാളാണ് ഇതിനകത്തുള്ള ഏറ്റവും കുറുക്കൻ എന്ന് പറയുന്ന ആൾ. ലഹളയുടെ ആരംഭത്തിൽ അയാൾ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊല്ലാതിരുന്നത് ഈ കുഞ്ഞഹമ്മദ് ഹാജി നല്ല മനുഷ്യനായിരുന്നുകൊണ്ടല്ല. അങ്ങനെ ചിന്തിക്കാൻ വേണ്ട. അത് അയാളുടെ ഒരു തന്ത്രമായിരുന്നു. മുഹമ്മദും ഇതേ തന്ത്രം പണ്ട് മദീനയിൽ പയറ്റിയിട്ടുണ്ട്. മക്കയിൽ നിന്ന് മദീനയിൽ ചെന്ന് പിന്നെ മദീനയിൽ അവിടെ തങ്ങുന്ന സമയത്ത് ഖുറൈശികളുടെ കച്ചവട സംഘങ്ങളെയൊക്കെ കൊള്ളയടിക്കാൻ തുടങ്ങിയതോടെ മക്കയിലുള്ള ഖുറൈശികളിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം തങ്ങൾക്ക് നേരെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച മുഹമ്മദ് മദീനയിലെ തദ്ദേശവാസികളായിരുന്ന യഹൂദന്മാരോട് വളരെ സ്നേഹത്തിലും രഞ്ജിപ്പിലുമാണ് കഴിയാൻ തയ്യാറായത്. അത് നമുക്ക് ഹദീസുകളും അതുപോലെ ഖുർആനായത്തുകളൊക്കെ നോക്കിയാൽ കാണാം. യഹൂദന്മാരെ തൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ വേണ്ടി മുഹമ്മദ് പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറായിട്ടുണ്ട്. ആ സമയത്ത് യഹൂദന്മാരെ പുകഴ്ത്തിക്കൊണ്ടുള്ള പല ആയത്തുകളും ആ സമയത്താണ് മുഹമ്മദിൻ്റെ വായിലൂടെ പുറത്തു വന്നത്. ഖുർആനിൽ നമ്മൾ കാണുന്ന യഹൂദനെയൊക്കെ പുകഴ്ത്തിക്കൊണ്ടുള്ള ചില ആയത്തുകളൊക്കെ ഉണ്ട്. അതൊക്കെ ആ സമയത്ത് ഇറങ്ങിയതാണ്. അതുമാത്രമല്ല, മുസ്ലിങ്ങളുടെ ഗിബ്ല എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ നിസ്കരിക്കുമ്പോൾ അവർ നോക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ കാബയിലേക്കാണ്. കാബയിലെ കറുത്ത കല്ലിനെ നോക്കിയിട്ടാണ് അവരിപ്പോൾ നിസ്കരിക്കുന്നത്. അപ്പോൾ മുഹമ്മദിൻ്റെ കാലത്തും അങ്ങനെ തന്നെയാണ് ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്നത്. ഇവർ മദീന ചെന്ന ആദ്യകാലത്തൊക്കെ കാബയ്ക്ക് നോക്കി തന്നെയാണ് നിസ്കരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നീട് മുഹമ്മദ് പറഞ്ഞു, ഇനി മുതൽ നിങ്ങളുടെ കിബ്ല എന്ന് പറയുന്നത് മക്കയല്ല, ജെറുസലേമാണ്. ജെറുസലേമിലേക്ക് നോക്കിയിട്ട് വേണം നിങ്ങൾ നിസ്കരിക്കാനെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഹൂദന്മാരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. യഹൂദന്മാർ ഇത് കേൾക്കുമ്പോൾ ഞങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമാണല്ലോ എന്ന് കരുതിയിട്ട് തൻ്റെ മതത്തിൽ അവർ ചേരുമെന്നൊക്കെ മുഹമ്മദ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. കാലം കുറേ കഴിഞ്ഞു. യഹൂദന്മാർ മുസ്ലിങ്ങളായി മുഹമ്മദിനോടൊപ്പം ചേരാൻ തയ്യാറാകുന്നില്ല എന്ന് കണ്ടതോടെ മുഹമ്മദിൻ്റെ സ്വഭാവം മാറി. പിന്നെ ഇയാൾ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും ശത്രുക്കളായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇസ്ലാമിൻ്റെ പ്രഖ്യാപിത ശത്രുക്കളാണ് ഇവർ. ഇവരുമായിട്ട് ആരും കൂട്ടുകൂടാൻ പാടില്ല. ആരെങ്കിലും യഹൂദനെയോ ക്രിസ്ത്യാനികളെയോ സുഹൃത്തുക്കളാക്കുന്ന പക്ഷം അവൻ പിന്നെ മുസ്ലിം അല്ല, അവൻ അവരിൽപ്പെട്ടവരാണ് എന്ന് പറയുന്ന ആയത്തുകളൊക്കെ പിന്നീടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ആ സമയത്തുള്ള ഹദീസ് നമ്മൾ നോക്കിയാൽ കാണാം. ഞാൻ യഹൂദരെയും ക്രൈസ്തവരെയും ഈ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് എന്നേക്കുമായി നാട് കടത്തും, അവരിവിടെ താമസിപ്പിക്കാൻ വിടുകയില്ല, മുസ്ലിങ്ങളെ മാത്രമേ ഇവിടെ താമസിക്കാൻ ഞാൻ സമ്മതിക്കുള്ളൂ എന്നൊക്കെ മുഹമ്മദ് പറയുന്ന ഹദീസുകളൊക്കെ വരുന്നത് ഈ സമയത്താണ്. അതായത് ആരംഭകാലത്ത് അയാൾ യഹൂദന്മാരോടും ക്രിസ്ത്യാനികളോടൊക്കെ നല്ല സ്നേഹത്തിൽ പെരുമാറി. പക്ഷെ അവർ തൻ്റെ കൂട്ടത്തിൽ കൂടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വേറെ സ്വഭാവം, യഥാർത്ഥ സ്വഭാവം, അതുവരെ ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്വഭാവം മുഹമ്മദ് പുറത്തെടുത്തായിട്ട് നമുക്ക് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പോൾ അതിനുശേഷം ഈ ഒരു സ്വഭാവം മുഹമ്മദ് പുറത്തെടുത്തതോടുകൂടെ മദീനയിലെ യഹൂദന്മാരും ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളും ഒക്കെ മുസ്ലിങ്ങളിൽ നിന്ന് നേരിട്ടത് ക്രൂരതയുടെ അധ്യായങ്ങളാണ്. മുഹമ്മദിൻ്റെ ഇതേ തന്ത്രമാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും സ്വീകരിച്ചതെന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇയാൾ മഹാ കുറുക്കനായിരുന്നു എന്നുള്ള കാര്യം. ലഹളയുടെ ആരംഭത്തിൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തെക്കേ മലബാറിലെ കാഫറുകളെ ആക്രമിച്ചില്ല. പലപ്പോഴും അവരെ സംരക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് അയാൾ മതഭ്രാന്തനല്ലാത്തത് കൊണ്ടായിരുന്നില്ല,
മറിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഈ കാഫറുകളുടെ സഹായം തനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അയാളങ്ങനെ ചെയ്യാതിരുന്നത്. പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ ഹിന്ദുക്കളോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ കുഞ്ഞഹമ്മദ് ഹാജിയുടെ കൂടെ ചേർന്നില്ല എന്ന് മാത്രമല്ല, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊള്ളയടിക്കാനും അവരുടെ സ്ത്രീകളെ പിടിച്ചെടുക്കാനും പറ്റുന്നില്ല എന്ന് കണ്ട് അയാളുടെ കൂടെ ഉണ്ടായിരുന്നവർ അയാളെ വിട്ടുപോകാനും തുടങ്ങിയപ്പോൾ അയാൾ നേരെ 180 ഡിഗ്രി തിരിഞ്ഞു. ഒരു മാപ്പിള ലഹളത്തലവൻ്റെ എല്ലാ ക്രൂരതയോടും കൂടിയാണ് അയാൾ പെരുമാറിയിരുന്നത്. കെ മാധവൻ നായർ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ലഹളയുടെ ആരംഭത്തിൽ അയാൾ കൊള്ളക്കാരുടെ ആക്രമണങ്ങളിൽ നിന്ന് ഹിന്ദുക്കളെ രക്ഷിച്ച് കൊള്ള ചെയ്തിരുന്ന മാപ്പിളമാരെ ശിക്ഷിച്ചു. ഗവൺമെൻറ്റിന് സഹായകരമായ മാപ്പിളമാരെ അയാൾ ദ്രോഹിക്കുകയും കൊല്ലുകയും ചെയ്തു. അക്കാലങ്ങളിൽ അയാൾ മതപരിവർത്തനത്തിന് വലിയ വിരോധിയായിരുന്നു. പക്ഷേ പിന്നീട് ഈ വിധങ്ങളെല്ലാം മാറി. ഗവൺമെൻറ്റുമായുള്ള യുദ്ധത്തിൽ ഹിന്ദുക്കൾ തൻ്റെ ശത്രുക്കളാണെന്ന് അനുഭവപ്പെട്ടതിനാലോ മറ്റോ അയാൾ ഹിന്ദുക്കളെ ദ്രോഹിപ്പാനും കൊല്ലുവാനും മതം മാറ്റുവാനും തുടങ്ങി. എങ്കിലും ലഹളയുടെ ആരംഭത്തിൽ അയാളിൽ നിന്ന് ഹിന്ദുക്കൾക്ക് വലുതായ രക്ഷയുണ്ടായിരുന്നു എന്നതിന് സംശയമില്ല. കെ മാധവൻ നായർ, മലബാർ കലാപം, പേജ് 162. ലഹളയുടെ ആരംഭത്തിൽ കൊള്ളയ്ക്കും മറ്റും വിരോധിയായിരുന്ന കുഞ്ഞഹമ്മദ് ഹാജി കാലക്രമേണ മറ്റ് ലഹളത്തലവന്മാരെ പോലെ തന്നെ ഏതക്രമവും ചെയ്യുവാനും കൂസലില്ലാത്ത തരത്തിലായി പരിണമിച്ചിരുന്നു. കെ മാധവൻ നായർ, മലബാർ കലാപം, പേജ് 236. ഇപ്പം മാപ്പിള ലഹളത്തലവന്മാരിൽ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേരിൽ മാത്രം വിവാദമുണ്ടാകാനുള്ള കാരണം ഇതാണ്: അയാളെ വെള്ള പൂശണമെന്ന ആഗ്രഹമുള്ളവർക്ക് വെള്ള പൂശാനുള്ള സംഗതികൾ ചരിത്രത്തിൽ നിന്ന് കിട്ടും. കാരണം മാപ്പിള ലഹളയുടെ ആരംഭകാലത്തുള്ള അയാളുടെ പ്രവൃത്തികൾ മാത്രം എടുത്തു കാണിച്ചാൽ അയാൾ തികഞ്ഞ മതേതരവാദിയും നല്ലവനും നീതിബോധമുള്ളവനും ധർമ്മിഷ്ഠനുമാണെന്ന് ഏതൊരാൾക്കും തോന്നിപ്പോകും. അത് സ്വാഭാവികമാണ്. അതുപോലെയുള്ള കാര്യങ്ങളാണ് അയാൾ ചെയ്തത്. അതാണ് ഇന്നത്തെ മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കമ്മികളോ അല്ലെങ്കിൽ സെക്കുലറിസ്റ്റുകളായ പല ആളുകൾ ഇവരൊക്കെ കൊണ്ടുവരുന്നത് ഈ ഒരു മുഖമാണ് ഇയാളുടെ. കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേരിൽ മാത്രം വിവാദമുണ്ടാകുന്നതിന് കാരണം മറ്റ് ലഹളത്തലവന്മാരിൽ നിന്നും വ്യത്യസ്തമായി ഇങ്ങനെ ഒരു ചരിത്രം അയാൾക്കുള്ളത് കൊണ്ടാണ്. മറ്റ് ലഹളത്തലവന്മാരെല്ലാവരും മതഭ്രാന്ത് നിറഞ്ഞവരും കൊള്ളയും കൊലയും നിർബാധം നടത്തിയവരുമായിട്ടാണ് ചരിത്രത്തിൽ നാം കാണുന്നത്. അവരെ ഒരു വിധത്തിലും വെള്ളപൂശാൻ പറ്റില്ല എന്ന് മുസ്ലിങ്ങൾക്ക് തന്നെ നല്ലവണ്ണം അറിയാം. ഒരു വിധത്തിലും അവരെ വെള്ളപൂശാൻ പറ്റില്ല. അപ്പോൾ മറ്റ് ലഹളത്തലവന്മാരെയൊക്കെ അവഗണിച്ചിട്ട് ഈ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ മാത്രം ഈ കൂട്ടർ പൊക്കിക്കൊണ്ട് നടക്കുന്നതിൻ്റെ കാരണം ഇതാണ്. ഇത്രയെങ്കിലും വെള്ളപൂശാനുള്ള സംഗതി ഇയാളുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് സത്യത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പൊരുതാൻ മാപ്പിളമാരോടൊപ്പം ഹിന്ദുക്കൾ ചേരാതിരുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഹിന്ദു സമൂഹം ഇന്നും നിലനിൽക്കുന്നത്. അത് മറക്കരുത്. ഇറാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദാഹരണം നമ്മുടെ മുമ്പാകെ ഉണ്ട്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ അത് പറഞ്ഞതാണ്. ഇറാനിലെ ഷാ ഭരണകൂടത്തിനെതിരെ പൊരുതുവാൻ മുസ്ലിങ്ങൾ ഇറാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹായം സ്വീകരിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റുകളാണെങ്കിലോ ഈ ഇസ്ലാമിസ്റ്റുകളെ സഹായിക്കുന്നതിൽ വളരെ ധർമ്മിഷ്ഠരായിട്ട് കൈയച്ച് സഹായം ചെയ്തിരുന്നു. ഇരുകൂട്ടരും ഒരുമിച്ചിട്ടാണ് ഷാ ഭരണകൂടത്തിനെതിരെ പൊരുതിയത്. എന്നാൽ ആ ഭരണകൂടത്തെ പുറത്താക്കി പകരം അവിടെ ഇസ്ലാമിക ഭരണകൂടം വന്നതിൻ്റെ അന്ന് മുതൽ തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ വേട്ടയാടി ഇല്ലാതാക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെയൊക്കെ കൊല്ലുകയും ചെയ്തു. ഇതൊക്കെയാണ് മുസ്ലിങ്ങൾ അവിടെ ചെയ്തത്. അപ്പോൾ 1921 ലഹളക്കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഹിന്ദുക്കൾ ആയുധവും എടുത്ത് മുസ്ലിങ്ങളോടൊപ്പം കൂടാതിരുന്നത് ഹിന്ദുക്കളുടെ ഭാഗ്യമെന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ. അങ്ങനെ എങ്ങാനും അവർ ചെയ്തിരുന്നെങ്കിൽ ആത്യന്തികമായി അത് ഹിന്ദുക്കളുടെ വംശഹത്യയിൽ കലാശിക്കുമായിരുന്നു. അല്ലാണ്ട് തന്നെ വംശഹത്യ വന്നു. ബ്രിട്ടീഷ് ഭരണം തൽക്കാലത്തേക്കൊന്ന് മാറിയെന്ന് കണ്ടതോടുകൂടെ ഈ മാപ്പിള ലഹളത്തലവന്മാരെല്ലാം കൂടി ചെയ്യുന്നത് പിന്നെന്താണ്? ഹിന്ദു വംശഹത്യയാണ്. അത് വേറൊരു വീഡിയോ പരമ്പരയായിട്ട് വരുന്നുണ്ട്. മാപ്പിള ലഹളയെക്കുറിച്ച് മാത്രമുള്ള വീഡിയോ പരമ്പരയായിട്ട് ഞങ്ങൾ പുറകെ വരുന്നുണ്ട്. അപ്പോൾ അവരത് അവിടെ ചെയ്തത് അതാണ്. ഒരു ഹിന്ദു വംശഹത്യയാണ് അവർ നടത്തിയത്. അങ്ങനെയാണെങ്കിൽ ബ്രിട്ടീഷുകാരെ പൂർണ്ണമായിട്ടും ഓടിപ്പിച്ച് കളഞ്ഞ് ഫുൾ അധികാരവും ഇവരുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ മരുന്നിന് പോലൊരു ഹിന്ദുവിനെ ഇന്ന് കേരളത്തിൽ കാണാൻ പറ്റുമോ എന്ന് സംശയമാണ്. അതായിരുന്നേ. ഏതായാലും അന്ന് അവരത് ചെയ്യാതിരുന്നത് നല്ലതെന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മാപ്പിള ലഹളയിലെ ഹീറോയാണോ അതോ വില്ലനാണോ എന്ന് ചോദിച്ചാൽ യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം അർത്ഥശങ്കയില്ലാതെ ഞങ്ങൾ പറയും അദ്ദേഹം പക്കാ വില്ലൻ തന്നെയായിരുന്നു എന്ന്. കാരണം തുടക്കത്തിൽ എങ്ങനെയാണെന്നുള്ളതല്ല, ഒടുക്കത്തിൽ എവിടെ നിൽക്കുന്നു, എന്തു ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹീറോയെയും വില്ലനെയും നമ്മൾ തിരിച്ചറിയുന്നത്. ഇതിപ്പോൾ സിനിമയാക്കാൻ പോകുന്ന കാര്യമായതുകൊണ്ട് ആ സിനിമാക്കാരുടെ ഭാഷയിൽ തന്നെ നമുക്ക്
കാര്യം പറയാം. പല സസ്പെൻസ് ത്രില്ലർ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, തുടക്കം മുതൽ ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് വരെ നന്മപരമായി നിൽക്കുന്ന കഥാപാത്രത്തിൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നതും അയാളാണ് വില്ലനെന്ന് വെളിപ്പെടുന്നതും. ഇനി വേറെ ചില സിനിമകളിലാണെങ്കിൽ നായകൻ്റെ അടുത്ത സ്നേഹിതനായി നായകനോടൊപ്പം കട്ടയ്ക്ക് കട്ടയായി നിന്ന കഥാപാത്രം ഇടവേളയാകുമ്പോഴേക്കും നായകനുമായി തെറ്റുന്നു, പിന്നെ വില്ലനായി മാറുന്നു. ഇത്തരം പ്ലോട്ടുകളൊക്കെ നമുക്ക് സുപരിചിതമാണ്. അപ്പോൾ ക്ലൈമാക്സിൽ അവസാനത്തിൽ എവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നായകനെയും വില്ലനെയും നമ്മൾ നിശ്ചയിക്കുന്നത്. അപ്പോൾ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ച് സത്യസന്ധമായ വിധത്തിൽ ചരിത്ര സിനിമ എടുക്കുമ്പോൾ ഇടവേളയാകുന്നത് വരെ പോലും കാത്തിരിക്കേണ്ട കാര്യമില്ല. 2.5 മണിക്കൂറുള്ള ഒരു സിനിമയാണെങ്കിൽ ഒരു 10-20 മിനിറ്റ് അത്രയൊന്നും വേണ്ട, അതിന് മുമ്പേ തന്നെ കുഞ്ഞഹമ്മദ് ഹാജി വില്ലൻ റോളിലേക്ക് മാറുന്നത് കാണിക്കേണ്ടി വരും. പക്ഷേ പൃഥ്വിരാജ് സുകുമാരൻ്റെ വരാൻ പോകുന്ന സിനിമയിൽ ക്ലൈമാക്സ് കഴിഞ്ഞാലും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി വില്ലനാകുകയില്ല എന്ന് നമുക്കെല്ലാം അറിയാം. കാരണം ആ സിനിമയുടെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ റമീസ് മുഹമ്മദിനെ സോഷ്യൽ മീഡിയയിൽ ഒരു 5-8 കൊല്ലമായിട്ട് എനിക്ക് പരിചയമുണ്ട്. 8 അല്ല, അതിലും മേലെയുണ്ട്. ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറഞ്ഞ 8 കൊല്ലം. 8ഒന്നും പോരാ. ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉഗ്രരൂപം പൂണ്ടു നിന്ന സമയത്ത് നിർലജ്ജം ഇസ്ലാമിക് സ്റ്റേറ്റിനെ ന്യായീകരിച്ച ആളാണ് ഈ റമീസ് മുഹമ്മദ്. അതുപോലെ തന്നെ താലിബാനെയും ഈ മാന്യൻ സാമാന്യം നല്ല രീതിയിൽ തന്നെ ന്യായീകരിച്ചിട്ടുണ്ട്. ഇറാഖിലെ ആങ്ങളമാരെന്നൊക്കെ പറഞ്ഞ് ഐസിസിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ധാരാളം പോസ്റ്റുകൾ റമീസ് ഇട്ടിട്ടുണ്ട്. റമീസ് മാത്രമല്ല, അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, താലിബാൻ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ആ റൈറ്റ് തിങ്കേഴ്സ് ഗ്രൂപ്പ്, അതിനകത്തൊക്കെ ഇഷ്ടം പോലെ പോസ്റ്റുകളും കമൻറ്റുകളൊക്കെ ഇട്ടുള്ളതാണ് ഇവർ. ആ സമയത്തുള്ള റമീസിൻ്റെ പോസ്റ്റുകളൊക്കെ കാണണം. ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണെന്നും പറഞ്ഞ് യഥാർത്ഥ ഇസ്ലാമിൻ്റെ ഉശിര് നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണ് ഇന്നത്തെ ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്ന് വിലപിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് ഈ റമീസ് മുഹമ്മദ്. ഇസ്ലാമിക് സ്റ്റേറ്റുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ NIA അറസ്റ്റ് ചെയ്ത കണ്ണൂക്കാരൻ ഷാജഹാൻ സ്ഥിരമായി ചിലരുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്തിരുന്നു. അതിലൊരാൾ ഈ റമീസ് മുഹമ്മദ് ആയിരുന്നു. അതൊക്കെ പോട്ടെ, സിനിമയെ ഇനി മുതൽ നമ്മൾ ഹറാം എന്ന് പറഞ്ഞ് അകറ്റി നിർത്താതെ ഇസ്ലാമിക പ്രചരണത്തിനുള്ള ടൂളായി ഉപയോഗിക്കണം എന്നും പറഞ്ഞിട്ടുള്ള ആളാണ് വാരിയംകുന്നൻ്റെ രചയിതാക്കളിൽ ഒരാളായ ഈ റമീസ് മുഹമ്മദ്. മനസ്സിലായോ? അതായത് സിനിമയെ എത്ര നാൾ മുസ്ലിം സമുദായം ഹറാം ഹറാം എന്ന് പറഞ്ഞ് അകറ്റി നിർത്തിയല്ലോ, ഇനി അങ്ങനെ ഒന്നും ഹറാം എന്ന് പറഞ്ഞ് അകറ്റി നിർത്തണ്ട, അതിനെ നമുക്ക് ഉപയോഗിക്കാം, നമ്മളുടെ ഇസ്ലാമിക ആശയ പ്രചരണത്തിൻ്റെ ടൂളായിട്ട് അതിനെ ഉപയോഗിക്കണം എന്ന് പച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ള ആളാണ്. അതായത് സിനിമ എന്ന കലാരൂപത്തെ കൃത്യമായി അവരുടെ വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ മതത്തിൻ്റെ നേട്ടത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇയാൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ തൂലികയിൽ നിന്നും വരുന്ന സിനിമാ തിരക്കഥ എങ്ങനെയുള്ളതായിരിക്കുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനിപ്പോൾ നമ്മൾ പാഴൂർ പടിപ്പുരയ്ക്ക് പോയി കബഡി നിരത്തേണ്ട കാര്യമൊന്നുമില്ല. അരിയാഹാരം കഴിക്കുന്ന മനുഷ്യരല്ലേ നമ്മളൊക്കെ, ഊഹിച്ചെടുത്തൂടെ? അപ്പോൾ വാരിയംകുന്നയിൽ നിന്ന് റമീസ് സ്വയം ഒഴിയുന്നു എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. റമീസ് എഴുതിയ തിരക്കഥ ഒഴിവാക്കുകയല്ല, സിനിമ ഇറങ്ങുമ്പോൾ രചയിതാവിൻ്റെ സ്ഥാനത്ത് റമീസിൻ്റെ പേരുണ്ടായിരിക്കുകയില്ല എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഉപയോഗിക്കുന്നത് റമീസൊക്കെ എഴുതിയ തിരക്കഥ തന്നെയായിരിക്കും, പക്ഷേ തിരക്കഥാകൃത്തിൻ്റെ സ്ഥാനത്ത് ടൈറ്റിലിൽ ഈ പേരുണ്ടാവില്ല, അത്രയേ ഉള്ളൂ. ഈ സിനിമയെ ഇസ്ലാമിക മതപ്രചരണത്തിനുള്ള ടൂളായി ഉപയോഗിക്കണമെന്ന് റമീസ് മുഹമ്മദ് ചുമ്മാ പറഞ്ഞതല്ല. ഒരു കാലത്ത് ഹറാം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന സിനിമാ മേഖലയിലേക്ക് ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നിന്നും ധാരാളം ഫണ്ടിങ് നടക്കുന്നുണ്ട്. അത് ഈ കേരളത്തിലെ മാത്രമല്ല ഞാൻ പറഞ്ഞു തട്ടാം, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക്. ഹോളിവുഡിലെ പല സിനിമാ കമ്പനികളുടെയും ഷെയർ ഹോൾഡേഴ്സ് അറബികളാണ്. പല കമ്പനികളുടെയും മേജർ ഷെയർ അവരുടെ കൈവശമാണ്. നമ്മുടെ കേരളത്തിലേക്കും ആ ഫണ്ടിങ് നടക്കുന്നുണ്ട്. ഒരു കല്ലിൽ 2 മാങ്ങയാണ് അവർ ലക്ഷ്യമിടുന്നത്. ഒന്ന്, കള്ളപ്പണം വെളുപ്പിച്ചെടുക്കണം. 2, ചരിത്ര വസ്തുതകളെ വളച്ചൊടിച്ച് ഇസ്ലാമിനെയും വെളുപ്പിച്ചെടുക്കണം. കള്ളപ്പണത്തെ വെള്ളപ്പണമാക്കി മാറ്റുന്നത് പോലെ തന്നെ ഇസ്ലാമിൻ്റെ കറുത്തിരണ്ട ഭൂതകാലത്തേക്കൊന്ന് മാറ്റി അതിനെ ഒന്ന് വെളുപ്പിച്ചെടുക്കണം. സിനിമയെ ഇസ്ലാമിക പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന അജണ്ടയുടെ 2ാം ഘട്ടമാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയാം. 1ാം ഘട്ടം മലയാള സിനിമയിൽ ഇസ്ലാമിക ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധായകരെയും എഴുത്തുകാരെയും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു. അതിലവർ വിജയിച്ചു. മലയാള സിനിമയിൽ കൊച്ചി കേന്ദ്രമാക്കി അങ്ങനെ ഒരു കോക്കസ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. 2ാം ഘട്ടത്തിൽ ഇങ്ങനെ എസ്റ്റാബ്ലിഷായ ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ആശയ പ്രചരണത്തിന് വേണ്ടുന്ന സിനിമകൾ നിർമ്മിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കോടികളാണ് ഫണ്ടിങ്. ദി ഹിന്ദുവിൽ വന്ന വാർത്തയനുസരിച്ച് 120 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് ഈ വാരിയംകുന്നൻ എന്ന് പറയുന്ന സിനിമ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ 2 സിനിമകൾ മാത്രമേ ഇതുവരെ 100 കോടി നേടിയിട്ടുള്ളൂ.
അങ്ങനെ ഇരിക്കെ ഒരു സിനിമയ്ക്ക് വേണ്ടി 120 കോടിയൊക്കെ മുടക്കുന്നു എന്ന് പറയുമ്പോൾ ബുദ്ധിയുള്ളവർക്ക് ഊഹിക്കാൻ കഴിയും ഇങ്ങനെ ഒരു ചൂതാട്ടത്തിന് ഇറങ്ങി പുറപ്പെടുന്നത് കേവലം പണം മാത്രം ലക്ഷ്യം വെച്ചല്ല എന്ന്. മുടക്കുമുതൽ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പോലും ഫണ്ടിങ് നടത്തുന്നവർ ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ അവർക്ക് അല്ലെങ്കിൽ അവരുടെ മതത്തിന് പ്രയോജനം ചെയ്യുന്ന ചില കാര്യങ്ങൾ മലയാളികളുടെ മനസ്സിൽ കുത്തിവെക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഒരു ലക്ഷ്യമിടുന്നത്. ഇപ്പോഴത്തെ ഈ വിവാദത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നടക്കുന്ന പല ചർച്ചകളിലും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്ക് വേണ്ടി സംസാരിക്കാൻ നിൽക്കുന്ന ഈ ന്യൂ ജനറേഷൻ പിള്ളേർ, അതായത് മുസ്ലിങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നാസ്തികരും ഒക്കെ ഉൾപ്പെടുന്ന ന്യൂ ജനറേഷൻ പിള്ളേർ അവർ പറയുന്നൊരു കാര്യം, ഞങ്ങളോടൊക്കെ പലവട്ടം അവർ പറയുകയുണ്ടായി, നിങ്ങൾ ആദ്യം പോയി 1921 സിനിമ കണ്ടിട്ട് വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന്. ഏത് ഇവന്മാരൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ആ സിനിമ കണ്ടവരാണ് നമ്മൾ. സിനിമ ഇറങ്ങിയിട്ട് കൊല്ലം ആയല്ലോ. അന്നൊന്നും ഇവരുടെ അപ്പൻ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ആ പ്രായത്തിൽ ആ സിനിമ കണ്ടവരാണ് നമ്മൾ. എന്നിട്ട് നമ്മളോടാണ് പറയുന്നത് നിങ്ങൾ പോയിട്ട് ആ സിനിമ കണ്ടിട്ട് വാന്ന്. അതായത് ഈ ന്യൂ ജനറേഷൻ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തെ വ്യഭിചരിച്ചുകൊണ്ട് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി എടുത്ത ഒരു പക്കാ കൊമേഴ്സ്യൽ സിനിമയുടെ തിരക്കഥാകൃത്തിൻ്റെ ഭാവനകൾക്ക് കൊടുക്കുന്ന വില പോലും ഈ സംഭവങ്ങൾക്കെല്ലാം ദൃക്സാക്ഷികളായ ആളുകൾ സംഭവം കഴിഞ്ഞ ഉടനെ എഴുതി പ്രസിദ്ധീകരിച്ച ചരിത്രരേഖകൾക്കില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. കാരണം ഇങ്ങനെയുള്ള ആളുകളെ ആർക്ക് വേണമെങ്കിലും സിനിമ ഇറക്കി പറ്റിക്കാം. ഇന്ന് വാര്യംകുന്നനെ വെള്ളപൂശിക്കൊണ്ട് ഇറങ്ങുന്ന സിനിമയായിരിക്കും അടുത്ത തലമുറയിലെ പിള്ളേർക്ക് ചരിത്രരേഖകളേക്കാൾ വിശ്വസനീയമായിരിക്കുക. അവരുടെ റെഫറൻസ് അതായിരിക്കും, അല്ലാതെ ചരിത്ര പുസ്തകങ്ങളായിരിക്കില്ല. ഇപ്പം ഇത്തരം സിനിമകൾക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്നവർക്ക് ഇതറിയാം. ആൾക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയവരാണ് ഈ ഫണ്ടിങ് നടത്തുന്നത്. അവർക്കറിയാം ഇവരെയൊക്കെ എളുപ്പം പറ്റിക്കാമെന്ന്. അപ്പം ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ചരിത്രബോധമുള്ളവരുടെ കർത്തവ്യമാണ്. ഞങ്ങൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ആ പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമെന്ന നിലയിലാണ്. മലബാർ ലഹള, വാസ്തവത്തിൽ ഇതിനെ ലഹള എന്നൊന്നും വിളിക്കാൻ പറ്റില്ല എന്ന് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. കാരണം ലഹള എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരും തമ്മി നടത്തുന്ന ആക്രമണമാണ്. ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. എപ്പോഴും ആക്രമണം ഏകപക്ഷീയമായ ആക്രമണമായിരുന്നു ഉണ്ടായിരുന്നത്. തെക്കൻ മലബാറിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഏകപക്ഷീയമായി ആക്രമിക്കുകയും നിർബന്ധിതമായി മതം മാറ്റുകയും മതം മാറ്റാൻ തയ്യാറാകാതിരുന്നവരെ നിഷ്ഠൂരമായി വധിക്കുകയും അവരുടെ വസ്തുവകകൾ കൊള്ളയടിക്കുകയും അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ഒക്കെ ചെയ്തതിനെ എങ്ങനെയാണ് നമുക്ക് ലഹള എന്ന് വിളിക്കാൻ സാധിക്കുക? എങ്ങനെയത് പറ്റുക? വാസ്തവത്തിൽ ഇതിനെ വിളിക്കേണ്ടത് ജിഹാദ് എന്നാണ്. മലബാർ ജിഹാദ് ആ വാക്കാണ് ഇതിന് ചേരുന്നത്. ഈ മലബാർ ജിഹാദ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു എന്നൊക്കെയുള്ള തള്ളുകൾ കേൾക്കാൻ നല്ല രസമാണെങ്കിലും യാഥാർത്ഥ്യം അങ്ങനെയായിരുന്നില്ല എന്നതാണ് വസ്തുത. മലബാർ ജിഹാദിനെ കുറിച്ചുള്ള വീഡിയോ പരമ്പര ദൈവം അനുവദിച്ചാൽ ഞങ്ങൾ പുറകെ ഇറക്കുന്നുണ്ട്, നേരത്തെ പറഞ്ഞല്ലോ. ഈ വീഡിയോയിൽ നമ്മൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ചാണ് പ്രധാനമായും നോക്കുന്നത്. ഈ വീഡിയോ മാത്രമല്ല, ഇതിൻ്റെ പുറകെ വരുന്ന ഒരു വീഡിയോയിലും, ഈ 2 വീഡിയോയിലും. അപ്പോൾ ഈ വിഷയം പഠിക്കാൻ തുടങ്ങുമ്പോൾ നാം മലബാറിലെ അന്നത്തെ സാമൂഹിക പശ്ചാത്തലം കൂടി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. മലബാർ ജിഹാദിനെ കുറിച്ചുള്ള വീഡിയോ പരമ്പരയിൽ ദൈവം അനുവദിച്ചാൽ ആ പശ്ചാത്തലം വിശദമായി വിവരിക്കുമെന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ചുരുക്കമായിട്ട് പറയാം. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ 2 ദശകങ്ങളിലും മലബാറിൽ ലഹളയുണ്ടാക്കുന്നത് മാപ്പിളമാരുടെ സ്ഥിരം സ്വഭാവമായിരുന്നു. ടിപ്പുവിൻ്റെ പടയോട്ടത്തിന് ശേഷമാണ് മലബാറിൽ ഈ മാപ്പിള ലഹളകളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ലഹളകളുടെ മൂർധന്യകാലം എന്ന് പറയുന്നത് 1836 മുതൽ 1853 വരെയുള്ള ഒരു 18 കൊല്ലമാണ്. ഈ 18 കൊല്ലത്തിനുള്ളിലാകെ 22 ലഹളകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ശ്രീ കെ മാധവൻ നായർ തൻ്റെ മലബാർ കലാപം എന്ന പുസ്തകത്തിൻ്റെ 37-ാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്നത്. ഓരോ ലഹളയിലും കൊല്ലപ്പെടുന്നത് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മാത്രമായിരുന്നു. ഓരോ ലഹളയിലും കൊല്ലപ്പെടുന്നത് ഈ 2 കൂട്ടർ മാത്രമാണ്. പിന്നീട് പട്ടാളക്കാരുടെ കയ്യാലാണ് അല്ലെങ്കിൽ പോലീസുകാരുടെ കയ്യാലാണ് ലഹളക്കാരായ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നത്. ആകെ ഒരേ ഒരു ലഹളയിൽ മാത്രമേ ഹിന്ദുക്കളുടെ കയ്യാൽ ലഹളക്കാർ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്നാണ് കെ മാധവൻ നായർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും ഉദ്ധരിക്കാം. 1851 വടക്കേ മലബാറിൽ കോട്ടയം താലൂക്കിൽ ഒരു മാപ്പിള ലഹള നടന്നു. കളത്തിൽ കേശവൻ തങ്ങൾ എന്ന പ്രമാണിയായ ഒരു ഹിന്ദു ജന്മിയുടെ വീടിനെ 8-9 ലഹളക്കാർ കൂടി വളഞ്ഞു. ആ വീട്ടിലുണ്ടായിരുന്ന 18 പേരെ ലഹളക്കാർ കൊന്നു. അതിനുശേഷം ചില ക്ഷേത്രങ്ങളെ ലഹളക്കാർ നശിപ്പിക്കുകയും വേറെയും ചിലരെ കൊല്ലുകയും ചെയ്തതിനു ശേഷം കല്യാട്ട് ചാത്തുക്കുട്ടി നമ്പ്യാരുമായി ഏറ്റുമുട്ടി. അതിനിടയിൽ ഇവരുടെ നേരെ യുദ്ധത്തിനായി കണ്ണൂരിൽ നിന്ന് പട്ടാളം പുറപ്പെട്ടു.
പക്ഷേ പട്ടാളം എത്തുന്നതിന് മുമ്പായി കല്യാട്ട് നമ്പ്യാരുടെ ആൾക്കാർ ലഹളക്കാരെ കൊന്നു. ഹിന്ദുക്കൾ ലഹളക്കാരുമായി പൊരുതി ലഹളക്കാരെ നശിപ്പിച്ചതിന് ഈ ദൃഷ്ടാന്തം മാത്രമേ 1836 ശേഷം മാപ്പിള ലഹളകളുടെ ചരിത്രത്തിൽ കാണുകയുള്ളൂ. അത് വടക്കേ മലബാറിൽ ആയിരുന്നു താനും. കെ മാധവൻ നായർ, മലബാർ കലാപം, പേജ് 40. അപ്പോൾ വടക്കേ മലബാറിൽ നിന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായോ? അവിടെ ഹിന്ദുക്കൾക്ക് അന്ന് കളരികളുണ്ടായിരുന്നു. കളരി അഭ്യാസികളായ വടക്കേ മലബാറിലെ ഹിന്ദുക്കൾക്ക് ലഹളക്കാരെ നശിപ്പിക്കാൻ പട്ടാളത്തിൻ്റെ സഹായമൊന്നും ആവശ്യമില്ലായിരുന്നു. എന്നാൽ തെക്കേ മലബാറിലെ സ്ഥിതി അതായിരുന്നില്ല. അവിടെ ബ്രിട്ടീഷ് പട്ടാളം എത്തിയാണ് ലഹളക്കാരെ അടിച്ചമർത്തിയിരുന്നത്. കൃത്യമായും നാം ഈ കാര്യം മനസ്സിലാക്കിയിരിക്കണം. ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ലഹള ഒരിക്കലും ബ്രിട്ടീഷ് പട്ടാളത്തിന് നേരെ ആയിരിക്കില്ല ആരംഭിക്കുന്നത്. അതൊരിക്കലും അങ്ങനെ ആയിരുന്നില്ല. പോലീസിനോ അല്ലെങ്കിൽ പട്ടാളത്തിനോ നേരെ ആയിരുന്നില്ല. അത് എപ്പോഴും ഹിന്ദുക്കൾക്ക് നേരെ ആയിരിക്കും ആരംഭിക്കുന്നത്. എന്നിട്ട് കുറേ പേരൊക്കെ കൊന്നു കളഞ്ഞതിന് ശേഷമാണ് പട്ടാളമോ അല്ലെങ്കിൽ പോലീസോ വന്നിട്ട് ഇതിനെ ഈ ലഹളയെ അടിച്ചമർത്താൻ വേണ്ടി പട്ടാളമോ പോലീസോ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ബ്രിട്ടീഷ് പട്ടാളവുമായി ലഹളക്കാർക്ക് പൊരുതേണ്ടി വരും. കാരണം കീഴടങ്ങിയാൽ ഒന്നുകിൽ തൂക്കുകയറ് അല്ലെങ്കിൽ നാടുകടത്തലായിരിക്കും ശിക്ഷ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിനേക്കാളും നല്ലത് ബ്രിട്ടീഷ് പട്ടാളത്തോട് പൊരുതി മരിക്കുന്നതാണെന്ന് ഇവർ ചിന്തിക്കും, ലഹളക്കാർ ചിന്തിക്കും. സ്വാഭാവികമായും ലഹളക്കാരെന്ത് ചെയ്യും? പട്ടാളത്തിനോ അല്ലെങ്കിൽ പോലീസിനോ നേരെ അവർ വെടിവെക്കുകയും അവർ പൊരുതുകയൊക്കെ ചെയ്യും. എന്നിട്ട് പോലീസിൻ്റെ അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ വെടികൊണ്ട് അവർ സമാധിയാകുകയും ചെയ്യും. ഈ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ആലി മുസ്ലിയാരുടെയും ഒക്കെ ചരിത്രം പറയുമ്പോൾ എല്ലാവരും മറക്കാതെ പറയുന്നൊരു കാര്യമുണ്ട്. MN കാരശ്ശേരി മാഷടക്കം അത് പറയുന്നത് ഞാൻ കേട്ടു. എന്താണെന്നറിയാമോ? ഇവരുടെ ബന്ധുക്കാരോ കുടുംബക്കാരോ ഒക്കെ ബ്രിട്ടീഷ് പട്ടാളത്തോട് പൊരുതിയിട്ടുള്ളവരാണ്. ആ പോരാട്ട വീര്യത്തിൻ്റെ പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് ഇവർ ജനിച്ചതെന്നൊക്കെ കാരശ്ശേരി മാഷ് പറയുന്നത് നമുക്കിപ്പോൾ ഒന്ന് കേൾക്കാം. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആരാന്നാണ് ചോദ്യം. മലബാർ കലാപത്തിലെ നായകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ പുസ്തകങ്ങളിലും സിനിമകളിലൊക്കെ ആളുകൾ പരിചയപ്പെട്ടിട്ടുണ്ട്. 1988 IV ശശി സംവിധാനം ചെയ്തൊരു സിനിമ ഇറങ്ങിയിരുന്നു. അതിൻ്റെ പേര് 1921 എന്നാണ്. അതിലൊരു പ്രധാന കഥാപാത്രമാണ് വാര്യംകുന്നൻ. ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് TJ രവിയാണ്. ഇദ്ദേഹം ചക്കിപ്പറമ്പൻ വാര്യംകുന്നത്ത് മൊയ്തീൻകുട്ടി ഹാജി എന്ന് പറയുന്ന സാമാന്യം സമ്പന്നനായ ഒരാളുടെ മകനാണ്. വള്ളുവനാട്ടുകാരനാണ്. പിന്നീട് ഇദ്ദേഹം മഞ്ചേരി അടുത്തുള്ള നെല്ലിക്കുത്ത് താമസാക്കി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബാപ്പ മൊയ്തീൻകുട്ടി ഹാജി ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പല കലാപത്തിലും പങ്കെടുത്ത ഒരാളാണ്. അപ്പോൾ ഒരിക്കൽ ബാപ്പയെ അന്തമാനിലേക്ക് കൊണ്ടുപോയി അവിടെ തടവിലിട്ടിരുന്നു. സത്യം പറഞ്ഞാൽ കാരശ്ശേരി മാഷോടൊക്കെ എനിക്കൊരു ബഹുമാനം ഉണ്ടായിരുന്നതാണ്. മാഷ് പറയുന്നത് കേട്ടാൽ തോന്നും എന്തോ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഭഗത് സിംഗ് മോഡലിലോ അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ് മോഡലിലോ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയവരാണ് മലബാറിലെ മാപ്പിളമാർ, പ്രത്യേകിച്ച് ഈ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ കുടുംബക്കാരൊക്കെ. അങ്ങനെ നമുക്ക് തോന്നിപ്പോവും. പക്ഷെ സത്യം എന്താണ്? മതഭ്രാന്ത് മൂത്ത് ഹിന്ദുവിനെയും ക്രിസ്ത്യാനികളെയും കൊല്ലാനിറങ്ങിയപ്പോൾ അത് തടയാൻ വന്ന ബ്രിട്ടീഷ് പട്ടാളത്തോടാണ് അവർ പൊരുതിയതെന്ന കാര്യം ഇവരൊക്കെ സമർത്ഥമായി മറച്ചു വയ്ക്കും. ആ കാര്യം ഇവർ മിണ്ടുകയേയില്ല. ഇനി വേറൊരു കാര്യം, ബ്രിട്ടീഷ് പട്ടാളം അല്ലെങ്കിൽ ബ്രിട്ടീഷ് പോലീസ് എന്ന് പറഞ്ഞാൽ അതിൽ വെള്ളക്കാർ മാത്രമേ ഉള്ളൂ എന്നൊന്നും വിചാരിക്കേണ്ട. തലപ്പത്തുള്ള ചിലർ മാത്രമായിരിക്കും വെള്ളക്കാർ. ഇപ്പോൾ ബ്രിട്ടീഷ് പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൂപ്രണ്ട് അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും. താഴേക്കിടയുള്ളവരെല്ലാം സർക്കിൾ ഇൻസ്പെക്ടറും ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടർ അങ്ങനെ ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ. അവിടെ താഴോട്ടുള്ളവർ ഇതൊക്കെ നമ്മുടെ ഇന്ത്യക്കാർ തന്നെ അല്ലെങ്കിൽ മലയാളീസാണ്. വെള്ളക്കാരെന്ന് പറയുന്ന ടോപ്പ് ലെവലിലുള്ളവരാണ്. വെടിവെക്കാനും വെടികൊള്ളാനും നടക്കുന്ന സാധാരണ പട്ടാളക്കാരിൽ വെള്ളക്കാർ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇന്ത്യക്കാർ തന്നെയാണ്. ഇപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി എന്നൊക്കെ പറഞ്ഞാലും ഇവരുടെ കയ്യാൽ ബ്രിട്ടീഷ് പക്ഷത്ത് കൊല്ലപ്പെടുന്നതും ഇന്ത്യക്കാർ തന്നെയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എപ്പോഴാണ് ലഹള പൊട്ടിപ്പുറപ്പെടുക എന്ന് ഒരാൾക്കും ഊഹിക്കാൻ സാധ്യമായിരുന്നില്ല. ഏതെങ്കിലും നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിലായിരിക്കും 2 or 3 മാപ്പിളമാർ എവിടെയെങ്കിലും ലഹള ആരംഭിക്കുന്നത്. ലഹള തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ മറ്റ് മാപ്പിളമാരിൽ പലരും അവരോടൊപ്പം ചേരുകയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയൊക്കെ ചെയ്യും. അവസാനം ലഹളയുടെ വിവരമറിഞ്ഞ് പട്ടാളമോ പോലീസോ വന്നാൽ ഈ ലഹളക്കാർ ഓടി അമ്പലങ്ങളിൽ കയറും. അമ്പലങ്ങളിൽ കയറുന്നതിൻ്റെ കാരണവും മതപരം തന്നെയാണ്. അതിനെക്കുറിച്ച് മാപ്പിള ലഹളയെക്കുറിച്ചുള്ള വീഡിയോ പരമ്പരയിൽ പറയാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒഴിവാക്കി വിടുകയാണ്. ഏതായാലും അന്നത്തെ മലബാറിൻ്റെ ഈ ഒരു പശ്ചാത്തലം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. നമുക്കിനി പ്രധാന വിഷയത്തിലേക്ക് കടക്കാം.
കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ച്, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ചുള്ള കാര്യം. ചരിത്രകാരനായ എം ഗംഗാധരൻ്റെ മലബാർ കലാപം 1921-22 എന്ന ചരിത്രകൃതിയിൽ പറയുന്നത്, കിഴക്കൻ ഏറനാട്ടിലെ നെല്ലിക്കുത്തിൽ ചക്കിപ്പറമ്പത്ത് വാരിയംകുന്നത്ത് മൊയ്തീൻകുട്ടി ഹാജിയുടെയും തുവൂരിലെ സാമാന്യം സമ്പന്ന കുടുംബാംഗമായ പാറവട്ടി ഉണ്ണിമമ്മദിൻ്റെ മകൾ കുഞ്ഞായിഷുമ്മയുടെയും മൂത്ത മകനായാണ് 1866 വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ജനിച്ചത് എന്നാണ്. ആലി മുസ്ലിയാർ അയാളുടെ അയൽവാസിയായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അയൽക്കാരനായിരുന്ന ആലി മുസ്ലിയാരുടെ മൂത്ത സഹോദരനും 1894 മാപ്പിള കലാപത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയുമായ മമ്മദ് കുട്ടി മുസ്ലിയാരിൽ നിന്ന് വാരിയംകുന്നൻ മതവിദ്യാഭ്യാസം നേടി. ചെറുപ്പം മുതൽക്കേ കുഞ്ഞഹമ്മദ് ഹാജി കൃഷിയിലും കച്ചവടത്തിലും ബാപ്പയെ സഹായിച്ചു പോന്നു. പിന്നീട് അയാൾ കിഴക്കൻ ഏറനാട്ടിൽ നിന്ന് കാർഷികോൽപ്പന്നങ്ങൾ പോത്തുവണ്ടിയിൽ കോഴിക്കോട്ടേക്ക് എത്തിക്കുവാൻ തുടങ്ങുകയും വൈകാതെ തന്നെ ഈ തൊഴിലിലേർപ്പെട്ട വണ്ടിക്കാരുടെ മൂപ്പനാകുകയും ചെയ്തു. ഇക്കാലത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായുള്ള പോരാട്ടങ്ങളിൽ വീരചരമം പ്രാപിച്ച മുസ്ലിങ്ങളുടെ ത്യാഗോദാത്തമായ വീരചരിത്രങ്ങൾ അനുസ്മരിക്കുന്ന ബദർ പടപ്പാട്ട്, മലപ്പുറം പടപ്പാട്ട് തുടങ്ങിയ പാട്ടുകളിൽ തൽപരനായിരുന്നു. എം ഗംഗാധരൻ്റെ മലബാർ കലാപം 1921-22 എന്ന പുസ്തകത്തിൻ്റെ 272-273 പേജുകളിലുള്ളതാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ വിവരങ്ങളൊക്കെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പടപ്പാട്ടുകളുടെ കാര്യമുണ്ടല്ലോ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ബദറിൽ വെച്ച് മുഹമ്മദും അനുയായികളും നടത്തിയ യുദ്ധത്തിൻ്റെ ചരിത്രം പാട്ടുരൂപത്തിൽ വർണ്ണിക്കുന്നതാണ് ബദർ പടപ്പാട്ട്. അതുപോലെ തെക്കേ മലബാറിൽ നടന്നിട്ടുള്ള മുൻകാല ലഹളയുടെ ചരിത്രങ്ങൾ, പ്രത്യേകിച്ച് പാറനമ്പി എന്ന ഹിന്ദു നാടുവാഴിയുടെ സൈന്യവുമായി മലപ്പുറത്തെ മാപ്പിളമാർ നടത്തിയ സായുധ സംഘട്ടനത്തിൻ്റെ ചരിത്രങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പാട്ടുരൂപത്തിൽ പ്രചരിപ്പിച്ചിരുന്നവയാണ് ഈ മലബാർ പടപ്പാട്ടുകൾ എന്ന് പറയുന്നത്. എഴുത്തും വായനയും അറിയാത്ത ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും ചരിത്രം നാട്ടുകാരെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ അന്നത് പാട്ട് രൂപത്തിലായിരുന്നു കൈമാറ്റം ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ അത് സർവ്വസാധാരണ സംഗതിയുമായിരുന്നു. ഈ വടക്കം പാട്ടുകളൊക്കെ ആ ഗണത്തിൽ വരുന്നതാണ്. അപ്പം മലബാർ പടപ്പാട്ടെന്നത് 19ഉം 20ഉം നൂറ്റാണ്ടുകളിൽ മലബാറിലെ മാപ്പിളമാർക്കിടയിൽ പോരാട്ട വീര്യം നിലനിർത്താൻ ഇസ്ലാമിക നേതൃത്വം ഉപയോഗിച്ചിരുന്ന ഒരു ടൂളാണ്. ഈ പാട്ട് ലഹളകളിൽ അമുസ്ലിങ്ങൾക്കെതിരെ ജിഹാദ് നടത്തിയ മുസ്ലിങ്ങളുടെ പരാക്രമങ്ങൾ പാട്ടെഴുത്തുകാരൻ്റെ ഭാവനയും കൂടിച്ചേർന്ന് പാട്ടുരൂപത്തിൽ പുറത്തു വരുമ്പോൾ അത് കേട്ടിരിക്കുന്ന മുസ്ലിങ്ങളുടെ രക്തം തിളയ്ക്കും. തനിക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചരിത്രത്തിൽ ഇടം പിടിക്കണം, എന്നെക്കുറിച്ച് വരും തലമുറയിലുള്ളവരൊക്കെ ഇതുപോലെ പാട്ടുകളൊക്കെ പാടി ഒരു വീരനായകനായി എന്നെ വാഴ്ത്തിക്കൊണ്ട് നടക്കണമെന്നൊക്കെ അവന് തോന്നും. മനസ്സിലായി? അത് സ്വാഭാവികമാണ്. അപ്പോൾ ഭാവിയിൽ തൻ്റെ വീരകൃത്യങ്ങൾ മറ്റുള്ളവർ പാടിക്കൊണ്ട് നടക്കുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ഇവൻ രോമാഞ്ചം കൊള്ളും. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ഒരു ലഹള ഉണ്ടാവുകയാണെന്ന് വെച്ചോ, ഒരു ലഹള എപ്പോഴെങ്കിലും ഒന്ന് പൊട്ടിപ്പുറപ്പെട്ടാൽ മുന്നും പിന്നും ആലോചിക്കാതെ അവൻ ആ ലഹളയിലേക്ക് ചാടി വീണ് അമുസ്ലിങ്ങളുടെ നേരെ പരാക്രമം കാണിച്ച് ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ കയ്യാൽ ഷഹീദായി മാറും. ഇങ്ങനെ ഏത് നിമിഷത്തിലും അമുസ്ലിങ്ങൾക്ക് നേരെ പൊട്ടിത്തെറിക്കാൻ പാകത്തിന് ഒരു മുസ്ലിമിനെ ഒരുക്കി നിർത്തുന്ന ധർമ്മമാണ് ഈ പടപ്പാട്ടുകളൊക്കെ നിർവഹിച്ചിരുന്നത്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. 120 കോടി ചെലവാക്കി വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ച് എടുക്കാൻ പോകുന്ന സിനിമയുടെ ധർമ്മവും വാസ്തവത്തിൽ ഇത് തന്നെയാണ്. വരാനിരിക്കുന്ന ആ സിനിമ ആധുനിക പടപ്പാട്ടാണ്, മുസ്ലിങ്ങളുടെ ഒരു പടപ്പാട്ടാണത്. കാരണം കഥയും തിരക്കഥയും സംഭാഷണവും രചിക്കുന്നവരുടെ ഭാവനയിൽ ഉരുത്തിരിക്കുന്ന ചരിത്രരേഖകളിലുള്ള വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുമായി പുലബന്ധം പോലുമില്ലാത്ത പുതിയ ഒരു വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ അവതരിപ്പിച്ചുകൊണ്ട് ഇവർ ഇവിടുത്തെ അമുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. അയാളെന്തോ വലിയ സംഭവമായിരുന്നു എന്ന് സാധാരണക്കാരൊക്കെ ചിന്തിക്കുന്ന വിധത്തിൽ ഇവർ തെറ്റിദ്ധരിപ്പിക്കും. അതോടൊപ്പം തന്നെ വാരിയംകുന്നനും കൂട്ടാളികളും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വിധത്തിലുള്ള ധീരകൃത്യങ്ങളും വീരകൃത്യങ്ങളും അവരുടെ മേൽ ചാർത്തിക്കൊടുത്തുകൊണ്ട് പുതിയ തലമുറയിലെ മുസ്ലിം ചെറുപ്പക്കാരെ ഇവർ അമുസ്ലിങ്ങൾക്ക് നേരെ ആക്രമണോത്സുകരായി നിർത്തുകയും ചെയ്യും. 120 കോടി മുടക്കുന്നതിലൂടെ ഇവർ പ്രതീക്ഷിക്കുന്ന ലാഭം പണമായിട്ട് മാത്രമല്ല, ഭാവിയിൽ ഒരു ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാകുകയാണെങ്കിൽ, ഉണ്ടാകാതിരിക്കുകയൊന്നുമില്ല, അത് ഉണ്ടാകും. പോക്ക് പോകുന്നത് കണ്ട് അങ്ങനെ തന്നെയാണ് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്, അത് ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവർ ചാർത്തിക്കൊടുത്ത ഈ ധീരവീരകൃത്യങ്ങൾ കണ്ട് രക്തം തിളച്ച് നിൽക്കുന്ന മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളുടെ തലയെടുക്കാൻ തയ്യാറായി വരുമെന്നുള്ളത് കൊണ്ടാണ് ഈ 120 കോടിയൊക്കെ മുടക്കാൻ ഇവർ തയ്യാറാകുന്നത്. ഞങ്ങളിത് പറയുമ്പോൾ ഇത് ഇത്തിരി കൂടിപ്പോയില്ലേ, ഇത് അതിശയോക്തി അല്പം കൂടിപ്പോയില്ലേ എന്നൊക്കെ തോന്നുന്ന നിഷ്കളങ്കർ ഒരു പക്ഷേ ഞങ്ങളുടെ പ്രേക്ഷകരിലുണ്ടാകാം. അവർക്ക് വേണ്ടി പറയുകയാണ്, മാറാട് കലാപം ഉണ്ടായത് 21-ാം നൂറ്റാണ്ടിലാണ്, പണ്ടെങ്ങാണ്ടുമല്ല. 21-ാം നൂറ്റാണ്ടിലാണ് മാറാട് കലാപം ഉണ്ടായത്. അപ്പോൾ മാറാട് സംഭവിച്ചതുപോലെയുള്ള കലാപം കേരളത്തിൽ എവിടെയും സംഭവിക്കാം.
ഒരു വെടിമരുന്നിന് മുകളിലാണ് കേരളം ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പൊട്ടാം. കാരണം കിതാബുകൾ ഉള്ള കാലത്തോളം, ഇസ്ലാമിക ഐഡിയോളജി ഉൾക്കൊള്ളുന്ന കിതാബുകളുണ്ടല്ലോ, ആ കിതാബുകളുള്ള കാലത്തോളം അമുസ്ലിങ്ങളുമായുള്ള കലാപം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. കാരണം അങ്ങനെയാണ് ആ കിതാബുകളുടെ ഉള്ളടക്കം തന്നെ, അങ്ങനെയാണത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കലാപം ഭാവിയിൽ ഉണ്ടാകുമ്പോൾ മുസ്ലിം ചെറുപ്പക്കാർ അമുസ്ലിങ്ങൾക്ക് നേരെ ആയുധമെടുക്കാൻ അറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുതെന്ന് തിരശീലയ്ക്ക് പുറകിൽ ചിലരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അറച്ചു നിൽക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെ ആക്രമണോത്സുകരാക്കി നിലനിർത്താൻ വേണ്ടുന്നത് അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാനാണ് പലരും ശ്രമിക്കുന്നത്. ഈ അടുത്ത് നമ്മൾ കണ്ടല്ലോ ഫസൽ ഗഫൂറൊക്കെ അസ്ത്രങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞത്. ചുമ്മാ പറഞ്ഞതൊന്നുമല്ല, ഇതൊക്കെയാണ്. അവരിങ്ങനെ ചെറിയ ഹിൻഡുകളായിട്ട് ഇങ്ങനെ കൊടുക്കുന്ന സംഗതി ഉണ്ടല്ലോ, അവർക്കറിയാതെ. ഇത് കേൾക്കുന്ന മദ്രസ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് വന്ന് പുറത്തിറങ്ങിയ പിള്ളേരാണല്ലോ, കേൾക്കുമ്പോൾ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നുള്ളത്, അസ്ത്രം എന്നൊക്കെ പറഞ്ഞ് എന്താണെന്നൊക്കെ അവർക്കറിയാം കൃത്യമായിട്ട്. നമ്മളെപ്പോലുള്ള പൊട്ടന്മാർക്കാണ്, ഇസ്ലാം എന്താണെന്ന് അറിയാത്തവന്മാർക്കാണ് അത് മനസ്സിലാവാത്തത്. മതേതരത്വത്തിൻ്റെ മൂടുഭാഗത്തിന് ഉള്ളിൽ ഒളിച്ചിരിക്കുന്നവന്മാരുണ്ടല്ലോ, അവർക്കാണത് പിടികിട്ടാത്തത്. നമുക്ക് എം ഗംഗാധരൻ പറയുന്നതിലേക്ക് തിരിച്ചു വരാം. 1894 കലാപത്തിൽ കുഞ്ഞഹമ്മദ് ഹാജിയുടെ പല അടുത്ത ബന്ധുക്കളും മരിച്ചു. അയാളുടെ ബാപ്പയെയും മറ്റു ചിലരെയും ആന്തമാൻ ദ്വീപുകളിലേക്ക് ജീവപര്യന്തം നാടുകടത്തുകയും ചെയ്തു. ബാപ്പ 1907 അവിടെ വെച്ച് മരിച്ചു. 1909 കുഞ്ഞഹമ്മദ് ഹാജിക്ക് തന്നെയും മലബാർ വെടിഞ്ഞ് മക്കയിലേക്ക് പോകേണ്ടി വന്നു. മലബാർ വിടുവാൻ അയാളെ നിർബന്ധിതനാക്കിയ സാഹചര്യങ്ങൾ വ്യക്തമല്ല. ഔദ്യോഗിക ഭാഷ്യം ഇപ്രകാരമാണ്: ഈ മനുഷ്യൻ, അതായത് കുഞ്ഞഹമ്മദ് ഹാജി, 1908 അവസാനത്തിൽ മഞ്ചേരിയിൽ വെച്ച് തപാൽ ഉരുപ്പടികൾ കൊള്ള ചെയ്ത സംഭവത്തിൽ സംശയിക്കപ്പെടുന്ന ആളായിരുന്നു. ഇത് നന്നായി ആസൂത്രണം ചെയ്ത കുറ്റകൃത്യമായിരുന്നു. വടി മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. എന്നാൽ വിലപ്പെട്ട യാതൊന്നും കിട്ടിയിരുന്നില്ല. 1909 2 മൂത്താന്മാരെ കൊള്ള ചെയ്ത കേസിലും അയാൾ സംശയിക്കപ്പെട്ടിരുന്നു. ധാരാളം പൊന്നും വെള്ളിയുമായി ചന്തകൾ തോറും സഞ്ചരിക്കുന്ന പാലക്കാട്ടുകാരായ തട്ടാന്മാരായിരുന്നു ഇവർ. ഈ സംഭവത്തിലും വടി മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. എന്നാൽ അക്രമം അതികഠിനമായിരുന്നതിനാൽ 2 പേരും കൊല്ലപ്പെടുകയും ഗണ്യമായ മുതൽ അവരിൽ നിന്ന് കൈക്കലാക്കുകയും ചെയ്തു. പോലീസ് ചില ചെറുപ്പക്കാരുടെ മേൽ കുറ്റം ചുമത്തിയിരുന്നുവെങ്കിലും കുഞ്ഞഹമ്മദ് ഹാജിയാണ് അത് ചെയ്തതെന്ന് പിന്നീടാണ് തെളിഞ്ഞത്. ഒരു മുൻ പട്ടാളക്കാരൻ്റെ കുറ്റസമ്മതത്തിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. അയാൾക്ക് തൻ്റെ പങ്കായി 3 രൂപ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. അതിനെ തുടർന്ന് ഹാജി മക്കയിലേക്ക് പോകാൻ നിർബന്ധിതനായി. 1914 വരെ അയാൾ അവിടെ തന്നെ തുടർന്നു. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതായി സംശയിക്കപ്പെടുന്ന കാലത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ എന്തുകൊണ്ടാണ് മക്കയിലേക്ക് നിർബന്ധിച്ച് പറഞ്ഞയച്ചത് എന്ന കാര്യം അവ്യക്തമാണ്. കുഞ്ഞഹമ്മദ് ഹാജിയെ മലബാർ വിടാൻ നിർബന്ധിതനാക്കിയ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അനൗദ്യോഗിക ഭാഷ്യത്തിന് ഇത് അല്പം വിശ്വാസ്യത നൽകുന്നുണ്ട്. അതനുസരിച്ച് 1909 ബ്രിട്ടീഷുകാരോട് പൊരുതാൻ കുഞ്ഞഹമ്മദ് ഹാജി മാപ്പിളമാരെ പ്രേരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും മതപണ്ഡിതന്മാരിൽ നിന്ന് ഫത്വകൾ സമ്പാദിച്ചുകൊണ്ടും മലപ്പുറം പടപ്പാട്ട് ആലപിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ ഏർപ്പെടുത്തിയെന്നും അറിയുന്നു. അപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യാൻ അധികാരികൾ തയ്യാറെടുത്തു തുടങ്ങി. എന്നാൽ അവരുടെ കണ്ണു വെട്ടിച്ച് അയാൾ ബോംബെയിലെത്തുകയും ഒരു ചരക്ക് കപ്പലിൽ രഹസ്യമായി മക്കയിലേക്ക് ഒളിച്ചു കടക്കുകയും ചെയ്തു. 1913 അവസാനത്തിലോ 14 ആദ്യത്തിലോ കുഞ്ഞഹമ്മദ് ഹാജി മലബാറിൽ തിരിച്ചെത്തി. 1915 മലബാർ ജില്ലാ മജിസ്ട്രേറ്റ് CE ഇന്നസ് ആ കൊല്ലം നടന്ന ഒരു മാപ്പിള കലാപത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മലബാറിലെ ഏറ്റവും അപകടകാരിയായ മനുഷ്യൻ എന്ന നിലയിൽ അറിയപ്പെടുന്നു. അയാളത് അർഹിച്ചാലും ഇല്ലെങ്കിലും എന്നാണ് ഇന്നസ് എഴുതിയിട്ടുള്ളത്. എം ഗംഗാധരൻ, മലബാർ കലാപം 1921-22, പേജ് 273. ഈ മക്കയിൽ നിന്ന് തിരിച്ചു വന്ന കുഞ്ഞഹമ്മദ് ഹാജിക്ക് കൊണ്ടോട്ടിക്കടുത്ത് താമസിക്കാനുള്ള അനുമതി സർക്കാർ കൊടുത്തു. പിന്നീട് 1919 തൻ്റെ ഉമ്മയുടെ നാടായ കിഴക്കൻ ഏറനാട്ടിലെ തുവ്വൂരിലേക്ക് മാറി താമസിക്കാൻ അനുവാദം വേണമെന്ന് അയാൾ അഭ്യർത്ഥിക്കുകയും അത് അനുവദിച്ചു കിട്ടുകയും ചെയ്തു. ഈ കുഞ്ഞഹമ്മദ് ഹാജിയുടെ കാര്യത്തിൽ ജില്ലാ അധികൃതർ ജാഗ്രത പുലർത്തിയിരുന്നു. അവരങ്ങനെ ഒരു ജാഗ്രത പുലർത്തുന്നുണ്ടെന്ന് അറിയാവുന്നതിനാൽ കുഞ്ഞഹമ്മദ് ഹാജി പരസ്യമായി ഖിലാഫത്തിന് വേണ്ടി പ്രവർത്തനങ്ങളോ പ്രസംഗങ്ങളോ ഒന്നും നടത്തിയിരുന്നതുമില്ല. 1921 ഫെബ്രുവരി 5 ജില്ലാ മജിസ്ട്രേറ്റ് പുറപ്പെടുവിച്ച നിരോധന ഉത്തരവിൽ പേര് കാണുന്നതുവരെ കോഴിക്കോട്ടെ കോൺഗ്രസ് ഖിലാഫത്ത് നേതാക്കൾ കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് അന്നത്തെ കോൺഗ്രസ് നേതാവും ഖിലാഫത്ത് പ്രസ്ഥാനവുമായി അടുത്ത ബന്ധവും ഉണ്ടായിരുന്ന K. മാധവൻ നായർ മലബാർ കലാപത്തിൻ്റെ 74-ാമത്തെ പേജിൽ
പറഞ്ഞിരിക്കുന്നത്. ആഗസ്റ്റ് 21 തിരൂരങ്ങാടിയിൽ വെടിവെപ്പ് നടന്നതായും പള്ളി തകർത്തതായും അറിഞ്ഞ കുഞ്ഞഹമ്മദ് ഹാജി പിറ്റേ ദിവസം പാണ്ടിക്കാട്ടേക്ക് പോവുകയും അവിടുത്തെ പള്ളിയിൽ നടന്ന മാപ്പിളമാരുടെ യോഗത്തിലും ലഹളകളിലും ഏർപ്പെടുകയും ചെയ്തു. യോഗത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമല്ലെന്നാണ് എം ഗംഗാധരൻ മലബാർ കലാപം എന്ന പുസ്തകത്തിൻ്റെ 275 പേജിൽ പറഞ്ഞിരിക്കുന്നത്. തിരൂരങ്ങാടി പള്ളി തകർത്തെന്നറിഞ്ഞപ്പോഴാണ് കുഞ്ഞഹമ്മദ് ഹാജി ലഹളയിൽ ഏർപ്പെടുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം തിരൂരങ്ങാടിയിലെ പള്ളി ആരും തകർത്തിരുന്നില്ല, ഒരാളും തകർത്തിരുന്നില്ല. അത് അടങ്ങി ഒതുങ്ങി വീട്ടിൽ കുത്തിയിരിക്കുന്ന മുസ്ലിങ്ങളെ പോലും ബ്രിട്ടീഷുകാർക്കെതിരെ പോരിനിറക്കാൻ വേണ്ടി മുസ്ലിം മത നേതൃത്വം തന്നെ പടച്ചുവിട്ട കള്ളക്കഥയായിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം പാണ്ടിക്കാട്ടെ യോഗത്തിനെക്കുറിച്ച് കുഞ്ഞഹമ്മദ് ഹാജി നൽകിയ മൊഴി ഇങ്ങനെയാണ്, അത് ഞാൻ വായിക്കാം. ചെമ്പ്രശ്ശേരി തങ്ങൾ പാണ്ടിക്കാട്ട് വരികയും ഭരണം നടത്തേണ്ടവരെ വാക്കാൽ നിശ്ചയിക്കുകയും ചെയ്തു. എനിക്ക് സ്ഥാനമോ സനതോ കിട്ടിയിരുന്നില്ല. ഞാൻ ആദ്യം വിസമ്മതിക്കുകയാണ് ചെയ്തത്. കാര്യങ്ങൾ രൂപപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആലി മുസ്ലിയാരെയും സായിവിനെയും, അതായത് ഹിച്ചുകോക്ക് സാഹിബിനെയാണ് ഉദ്ദേശിക്കുന്നത്, കൊന്നുവെന്ന്, അലി മുസ്ലിയാരെയും സാഹിബിനെയും കൊന്നുവെന്ന് അവർ പറഞ്ഞു. എം ഗംഗാധരൻ മലബാർ കലാപം 1921-22 പേജ് 275. ആലി മുസ്ലിയാരെയും ആരും കൊന്നിരുന്നില്ല, ഹിച്ചുകോക്കിനെയും ആരും കൊന്നിരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം ഇതൊക്കെ. ഈ കലാപത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ കുഞ്ഞഹമ്മദ് ഹാജി തയ്യാറാകാതിരുന്നപ്പോൾ അദ്ദേഹത്തെ അതിലേക്ക് തള്ളിവിടാൻ വേണ്ടി ആലി മുസ്ലിയാരെ കൊന്നു എന്നുള്ള കള്ളമാണ് അവർ കുഞ്ഞഹമ്മദ് ഹാജിയോട് പറയുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുഞ്ഞഹമ്മദ് ഹാജി ഈ ലഹളയിൽ ഇറങ്ങുന്നത് തിരൂരങ്ങാടി പള്ളി ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ച് തകർത്ത് കളഞ്ഞു എന്ന വാർത്ത കേട്ടപ്പോഴായിരുന്നു. ഈ വാർത്ത നുണയായിരുന്നു. ഈ കുഞ്ഞഹമ്മദ് ഹാജി ലഹളയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നത് ആലി മുസ്ലിയാർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേൾക്കുമ്പോഴാണ്. ആ വാർത്തയും നുണയായിരുന്നു. അപ്പം മലബാർ ജിഹാദിൻ്റെ കാലത്ത് മുസ്ലിം മത നേതൃത്വം വ്യാപകമായി തക്കിയ ഉപയോഗിച്ചിരുന്നു എന്നാണ് ഇതിൽ നമുക്ക് തെളിയുന്നത്. തക്കിയ എന്ന് പറയുന്നത് അനുവദനീയമായ നുണയാണ്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ തക്കിയ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ധാരാളം പേര് ഞങ്ങളോട് കമൻസിലൂടെയും അല്ലാതെ ഇൻബോക്സിലും ഫേസ്ബുക്കിലൊക്കെ വന്ന് ഇൻബോക്സിലും വാട്സാപ്പിലും ചോദിക്കുകയുണ്ടായി, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോയിൽ തക്കിയ എന്ന് പറയുന്നില്ല, എന്താണ് ഈ സംഭവം എന്ന്. അപ്പോൾ അതൊന്ന് വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ വേറൊരു വീഡിയോ ചെയ്യാം. എന്നാൽ ഇപ്പോൾ ചുരുക്കി അതിൻ്റെ ഡെഫിനിഷൻ മാത്രം പറയാം. അനുവദനീയമായ നുണ എന്നാണ് തക്കിയ എന്ന വാക്കിൻ്റെ അർത്ഥം. അനുവദനീയമായ നുണ, അതായത് ഒരു മുസ്ലിമിന് നുണ പറയാൻ അനുവദനീയമായ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് നുണ പറഞ്ഞു കഴിഞ്ഞാൽ അത് നുണയായിട്ടേ പരിഗണിക്കുകയില്ല, അള്ളാഹു അതിൻ്റെ പേരിൽ അവനെ ശിക്ഷിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 10 കൽപ്പനയിൽ ഒന്നാണ് കള്ളം പറയരുതെന്നുള്ളത്. സൺഡേ സ്കൂൾ മുതലേ അത് കേട്ട് പഠിച്ചു വരുന്ന ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഇത് ഉൾക്കൊള്ളാൻ ഇത്തിരി പ്രയാസമായിരിക്കും. പക്ഷേ ഇസ്ലാമിൻ്റെ പ്രമാണം അങ്ങനെയാണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളോട് ഇടപെടുന്ന എല്ലാ മുസ്ലിങ്ങളും സത്യസന്ധമായിട്ട് തന്നെയാണ് നിങ്ങളോട് ഇടപെടണമെന്നും ഒരു നിർബന്ധവും ഇല്ല. തക്കിയ ശരിയായ വിധത്തിൽ ഉപയോഗിക്കുന്ന ആൾക്കാരും നിങ്ങളുടെ പരിചയ വലയത്തിൽ കണ്ടെന്ന് വരാം, സൂക്ഷിക്കണം. അപ്പോൾ ഈ പഠിപ്പോ വിവരമോ ഇല്ലാത്ത ഏറനാടൻ മാപ്പിളമാരെ ഇതുപോലെ പല നുണകളും പറഞ്ഞാണ് മുസ്ലിം മത നേതൃത്വം അന്ന് വഞ്ചിച്ച് രംഗത്തിറക്കിയത്. കാരണം സമാധാനമായി ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളും കുറേ ഉണ്ടായിരുന്നു ആ കാലത്ത്. ഇവരുടെ കെണിയിൽ വീഴാതിരുന്ന കുറേ മുസ്ലിങ്ങളുണ്ട്. അവർ രണ്ടു കൂട്ടരിൽ നിന്നും പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പട്ടാളത്തിൻ്റെ കയ്യിൽ നിന്നും പീഡനം അനുഭവിക്കേണ്ടി വന്നു, ലഹളക്കാരുടെ കയ്യിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അങ്ങനെ അടങ്ങി ഒതുങ്ങി ലഹളയ്ക്കൊന്നും പോകാതെ, അയൽവക്കത്തുള്ളൊരു ഹിന്ദുവിനെ ആക്രമിക്കാനോ കൊല്ലാനോ അവൻ്റെ പെണ്ണിനെ പിടിക്കാനോ ഒന്നും പോകാതെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നവരെ പോലും ഈ കലാപത്തിലേക്ക് ഇറക്കി വിടാൻ വേണ്ടി ഇതുപോലെയുള്ള പല നുണകളും തക്കിയകളും ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് അന്നത്തെ മുസ്ലിം മത നേതൃത്വം. ഇന്നത്തെ നേതൃത്വത്തിനും വ്യത്യാസമൊന്നുമില്ല കേട്ടോ. കാരണം അന്നുള്ളവരും ഇന്നുള്ളവരൊക്കെ ഉപയോഗിക്കുന്ന ഒരേ കിതാബ് തന്നെയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് അന്നത്തെ ആ നേതൃത്വത്തെ നിയന്ത്രിച്ച ഐഡിയോളജി തന്നെയാണ് ഇന്നുള്ളവരെ നിയന്ത്രിക്കുന്നത്. ഇന്നും ആ തക്കിയയ്ക്ക് പഞ്ഞൊന്നുമില്ല. ഇഷ്ടംപോലെ ഉദാഹരണം ഈ 21-ാം നൂറ്റാണ്ടിലും ഉണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഈ തുർക്കി ഖലീഫയെ സ്ഥാനഭ്രഷ്ടനാക്കിയ ബ്രിട്ടീഷുകാരോട് ഇവർക്ക് പകയുണ്ടായിരുന്നു, സ്വാഭാവികമാണത്. ആ പക തീർക്കാനും മലബാർ പ്രദേശത്തെ ബ്രിട്ടീഷുകാരിൽ നിന്ന് പിടിച്ചെടുത്ത് മുസ്ലിം രാജ്യമാക്കാനും അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കോൺഗ്രസിനോടൊപ്പം ചേർന്ന് അഹിംസയെക്കുറിച്ച് പരസ്യവേദികളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രഹസ്യമായി വാളും കുന്തവും കഠാരയും പണിയുവാൻ അണികൾക്ക് നിർദ്ദേശവും നൽകിയിരുന്ന ആൾക്കാരാണ് ഈ തെക്കൻ മലബാറിലെ ഖിലാഫത്ത് നേതാക്കളെന്ന് നിങ്ങൾ മറക്കരുത്. എല്ലാവരും അല്ല, എന്നാൽ ഒരുമാതിരി ഖിലാഫത്ത് നേതാക്കന്മാരും ഇത് തന്നെയാണ് ചെയ്തു തന്നത്. അപ്പോൾ ഈ മതനേതാക്കളുടെ അധികാരക്കൊതിയും മതഭ്രാന്തും തെക്കൻ മലബാറിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കുക മാത്രമല്ല ചെയ്തത്. എഴുത്തും വായനയും അറിയാത്ത അന്ധവിശ്വാസികളും ലോകവിവരമില്ലാത്തവരുമായ അവിടുത്തെ മാപ്പിളമാരുടെ ജീവിതവും കൂടി ഇവർ നശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. സ്വന്തം അണികളെപ്പോലും വഞ്ചിക്കുന്ന കൂട്ടരായിരുന്നു ഇവരെന്ന് ചുരുക്കം. അതിനുവേണ്ടി വ്യാജവാർത്തകൾ ചമച്ചു വിടുക മാത്രമല്ല പല വിധത്തിലുള്ള തന്ത്രങ്ങളും അവർ ഉപയോഗിച്ചിരുന്നു.
ഇഷ്ടം പോലെയുണ്ട്. ഞാൻ വിസ്തരഭയം കാരണം ഒരെണ്ണം മാത്രം പറയാം. 1921 മലബാർ ജിഹാദിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതി നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. 1921 ആഗസ്റ്റ് 26 രാവിലെ 11 മണിക്ക് യന്ത്രത്തോക്കുകളുമായി മാർച്ച് ചെയ്തു പോവുകയായിരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് നേരെ വെറും വാളും കുന്തവും കത്തിയും നാടൻ തോക്കുകളുമായി മാപ്പിളമാർ നടത്തിയ പൂക്കോട്ടൂർ ആക്രമണമാണത്. ഈയാമ്പാറ്റകളെ പോലെയാണ് മാപ്പിളമാർ യന്ത്രത്തോക്കുകൾക്ക് മുമ്പിലേക്ക് ചാടി വീണ് കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നത്. യന്ത്രത്തോക്കുകളെ ഒന്നും ഭയപ്പെടാതെ അതിൻ്റെ മുമ്പിലേക്ക് ചാടി വീഴാൻ ഏറനാടൻ മാപ്പിളമാരെ പ്രേരിപ്പിച്ച സംഗതി എന്താണ്? ഇന്നത്തെ മുസ്ലിങ്ങൾ അത് മാപ്പിളമാരുടെ ധീരതയാണെന്ന് പറഞ്ഞ് വാഴ്ത്തുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ മുസ്ലിം നേതൃത്വം അവരെ വഞ്ചിക്കുകയാണ് ചെയ്തതെന്ന് നമുക്ക് ചരിത്രരേഖകളിൽ നിന്ന് മനസ്സിലാവും. കാരണം ഇത് യഥാർത്ഥത്തിൽ അവരുടെ ധൈര്യവും ധീരതയൊക്കെ ആണെങ്കിൽ ബാക്കിയുള്ള സന്ദർഭങ്ങളിൽ ഇത് കാണിക്കണ്ടേ? അങ്ങനെ ഉണ്ടാകുന്നില്ലല്ലോ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പൂക്കോട്ടൂരും പിന്നെ വേറെ 1-2 സ്ഥലത്ത് മാത്രമേ ഇതുണ്ടായിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള സമയത്ത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഇഞ്ച ചതയ്ക്കുന്ന പോലെ ചതയ്ക്കുമെന്നറിയാവുന്നതുകൊണ്ട് പിടികിട്ടാപ്പുള്ളികളായിരുന്ന ചില ആളുകൾ നേരിട്ട് അവർക്ക് നേരെ പാഞ്ഞെന്ന് അങ്ങനെ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. അതല്ലാതെ സാധാരണക്കാരായ ആളുകൾ ഈയാമ്പാറ്റകളെ പോലെ അതിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ വിളക്കിൻ്റെ നേരെ ഈയാമ്പാറ്റകൾ വന്ന് വീഴുന്ന പോലെയാണ് ഈ യന്ത്രത്തോക്കും പിടിച്ച് നിന്നിരുന്ന പട്ടാളക്കാരുടെ നേരെ പാഞ്ഞ് വെടികൊണ്ട് വീണിരുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ വിശദീകരിച്ച് തരാം. മലബാർ ഡെപ്യൂട്ടി കളക്ടറായിരുന്ന ദിവാൻ ബഹദൂർ ഗോപാലൻ നായർ 1923 ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ദി മാപ്പിള റിബല്ലിയൻ 1921 എന്നുള്ളത്. ഈ പുസ്തകത്തിൻ്റെ 79ാമത്തെ പേജിൽ സീതിക്കോയ തങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: കുമരംപുത്തൂരിലെ സീതിക്കോയ തങ്ങൾ സ്വയം ഖിലാഫത്ത് ദേശ ഗവർണറായി. രാജ്യം തങ്ങളുടേതായതിനാൽ അഥവാ തെക്കൻ മലബാർ ഇസ്ലാമിക രാജ്യമായതിനാൽ കൊള്ളയ്ക്കും അതിക്രമങ്ങൾക്കുമെതിരെ ഫത്വ ഇറക്കി. കൊള്ള നടത്തിയ എളംപ്ലാശ്ശേരിയിലെ 3 കലാപകാരികളെ അയാൾ തന്നെ കോടതിയായി വിചാരണ ചെയ്തു. അവരെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ടു. ഉണ്ടയില്ലാത്ത തോക്കുപയോഗിച്ച് നിറയൊഴിച്ചു. ഞെട്ടിത്തെറിച്ച് നിലത്ത് വീണ അവർക്കുമേൽ പരുക്കില്ലാത്തത് തൻ്റെ സിദ്ധി കൊണ്ടാണെന്ന് പ്രചരിപ്പിച്ചു. ഇങ്ങനെ ബ്രിട്ടീഷ് ആക്രമണത്തിൽ നിന്നും തൻ്റെ അനുയായികൾ ഇതുപോലെ സുരക്ഷിതരായിരിക്കുമെന്ന് വിശ്വസിപ്പിച്ചു. ഉണ്ടയില്ലാത്ത തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചപ്പോൾ വെടിയൊച്ചയും വന്നു, പുകയും വന്നു, പക്ഷെ വെടിയേറ്റില്ല. അതോടെ തങ്ങൾമാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ വെടിയേൽക്കുകയില്ല എന്ന് പ്രചരിപ്പിച്ച് സാധാരണക്കാരായ മുസ്ലിങ്ങളെ ഇവർ വഞ്ചിച്ചു. ആ പാവപ്പെട്ട മുസ്ലിങ്ങളാണെങ്കിൽ ഇത് അന്ധമായി വിശ്വസിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അവർ പോയി യന്ത്രത്തോക്കുകളുടെ മുമ്പിലേക്ക് ചെന്ന് ഇങ്ങനെ ചാടി വീണുകൊണ്ടിരുന്നത്. അല്ലാതെ അത് ധീരതയൊന്നുമല്ല, മണ്ടത്തരവും വിവരമില്ലായ്മയുമാണ്. സുബോധമുള്ള ഒരാളും ആ കാര്യം പറഞ്ഞ് ഇന്ന് ഊറ്റം കൊള്ളുകയില്ല. അത് ധീരതയായിരുന്നെങ്കിൽ ആ ധീരത പിന്നീട് മാപ്പിളമാർ കാണിക്കണമായിരുന്നു. പക്ഷെ ഒരനുഭവത്തിൽ നിന്ന് തന്നെ മാപ്പിളമാർ പാഠം പഠിച്ചു. അവർ പിന്നീട് ഒളിയുദ്ധം നടത്തിയതല്ലാതെ ഒരിക്കൽ പോലും ബ്രിട്ടീഷ് പട്ടാളത്തിനോട് നേർക്ക് നേർ ഏറ്റുമുട്ടാൻ നിന്നിട്ടില്ല. ഒരിക്കലും ഒരിടത്ത് സമയം ഉണ്ടായിട്ടുണ്ട്, രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഗൂർഖ പട്ടാളത്തെ കൊല്ലാൻ വേണ്ടി ചെന്നിട്ടുണ്ട് ഒരിക്കൽ. അത് പിന്നീടുള്ള വീഡിയോയിൽ വിശദീകരിക്കാം. തങ്ങൾമാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ തോക്കുകളിൽ നിന്ന് വരുന്ന വെടിയുണ്ട തൻ്റെ നെഞ്ചത്തെത്തുമ്പോഴേക്കും മുല്ലപ്പൂവായി നിലത്ത് വീഴുന്നുള്ള പ്രചരണത്തിൽ വിശ്വസിച്ച് പിന്നെ ഒരിക്കലും ഇവർ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ തോക്കിമുനയിലേക്ക് നെഞ്ച് കാണിച്ചു കൊടുക്കാൻ പോയിട്ടില്ല. കാരണം ഒരനുഭവത്തിൽ നിന്ന് തന്നെ ഇവർ പാഠം പഠിച്ചു. അതുകൊണ്ടാണ് മതഭ്രാന്ത് മൂത്തപ്പോൾ സ്വന്തം മണികളെ തന്നെ വഞ്ചിച്ച് കൊലയ്ക്ക് കൊടുത്ത നേതൃത്വമായിരുന്നു മാപ്പിളകളിൽ ഉണ്ടായിരുന്നതെന്ന് ഇത്തരം സംഭവങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അമുസ്ലിങ്ങൾ മാത്രമല്ല, സാധാരണക്കാരായ മുസ്ലിങ്ങളും ഇവരുടെ തക്കിയയെ ഭയപ്പെടേണ്ടതുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. അമുസ്ലിങ്ങളെ ഇവർ തക്കിയ ഉപയോഗിച്ച് പറ്റിക്കുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരായ മുസ്ലിങ്ങൾ മതത്തിൽ വലിയ അറിവോ മതവിദ്യാഭ്യാസം ശരിയായിട്ട് കിട്ടാത്തവരോ പാണ്ഡിത്യമില്ലാത്തവരോ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരും സൂക്ഷിക്കണം. അങ്ങനെയുള്ള മുസ്ലിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളെയും കൊലയ്ക്ക് കൊടുക്കും ഇവർ. ഒരു മടിയുമില്ല. അവർക്ക് അള്ളാഹുവിൻ്റെ രാജ്യം സ്ഥാപിക്കണം, ആ രാജ്യത്തിലെ ഭരണകർത്താക്കളായിരിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം, അല്ലാതെ നിങ്ങളുടെ കാര്യമൊന്നുമല്ല. അപ്പോൾ വീഡിയോയുടെ നീളം ഇനിയും കൂടാതിരിക്കേണ്ടതിന് ഈ വീഡിയോ തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ഈ കൊറോണ കാലത്ത് സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമേൻ.